തൃശ്ശൂർ റൗണ്ടിൽ നിന്ന് നമ്മൾ പറമ്പിക്കുളത്തേക്ക് യാത്രയാവുകയാണ്. തൃശ്ശൂർ ടു പറമ്പിക്കുളം റോഡ് യാത്രയുടെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ വടക്കുംനാഥൻ്റെയും പാറമേക്കാവിൽ അമ്പലത്തിൻ്റെയൊക്കെ അടുത്താണ്. രാവിലെ 6 മണിക്ക് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വടക്കുംനാഥൻ്റെ ടെമ്പിളൊക്കെ കാണാം. ഇവിടെ നേരെ മണ്ണുത്തി, വടക്കഞ്ചേരി, നെന്മാറ, കൊല്ലങ്കോട്, മുതലമട വഴിയാണ് നമ്മൾ പറമ്പിക്കുളത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സിറ്റിയുടെ ഏരിയയിൽ നിന്ന് ഫോറസ്റ്റിലേക്കുള്ള യാത്രയാണിത്. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ യാത്ര ചെയ്ത് മണ്ണുത്തിയിൽ എത്തിയിരിക്കുകയാണ്. മണ്ണുത്തി നമ്മുടെ എക്സ്പ്രസ് ഹൈവേ പാലക്കാടേക്ക് പോകുന്ന 6 ലൈൻ ഹൈവേയിലേക്ക് കയറാൻ പോവാണ്. മണ്ണുത്തിയിലുള്ള പൈ റോഡിന് ആണ് അതിൻ്റെ കാഴ്ചയാണിത്. നമ്മളത് എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പുതുതായിട്ട് ഉണ്ടാക്കിയ ആ മനോഹരമായിട്ടുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത്. യാത്ര ചെയ്ത് കുതിരാൻ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് ടണലിൻ്റെ അടുത്തെത്തി. നമ്മൾ ടണലിൻ്റെ അകത്തേക്ക് പോവുകയാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള കുതിരാൻ ടണലാണിത്. അതിനകത്തേക്ക് നമ്മൾ പോവുകയാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. കുതിരാൻ ടണലിൻ്റെ കാഴ്ചകളാണിത്. യാത്രയ്ക്ക് ശേഷം നമ്മൾ വടക്കഞ്ചേരിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബൈ റോഡിലേക്ക് ഇറങ്ങി. ഇനി വടക്കഞ്ചേരി
ടൗണിനകത്തേക്കുള്ള റോഡിൽ പോവുകയാണ്. മുകളിലൂടെ പോകുന്ന റോഡ് നേരെ പാലക്കാടേക്ക് പോകുന്നതാണ്. നമ്മൾ വടക്കഞ്ചേരി ടൗണിലെത്തിയിരിക്കുകയാണ്. ഈ പഴയ വടക്കഞ്ചേരിയിലെ പണ്ട് ബസ്സുകളെല്ലാം വന്നുകൊണ്ടിരുന്ന ആ പഴയ റോഡ് ഒക്കെയാണിത്. നേരെ കയറി പോകുന്ന വടക്കഞ്ചേരി ടൗണിനകത്തേക്കാണ്. ഇവിടെ റൈറ്റ് സൈഡിലെടുത്ത KM എന്നൊക്കെ പറഞ്ഞ ആശീർവാദിൻ്റെ ഒരു തിയേറ്ററൊക്കെ ഉണ്ട്. നമ്മൾ പൊള്ളാച്ചി ഗോവിന്ദപുരം ബസ്സുകളൊക്കെ ബസ് സ്റ്റാൻഡിൽ കിടക്കുന്നതൊക്കെ കണ്ടു. നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് മംഗലം പാലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് മംഗലം പാലം. ഇവിടെ ഒരുപാട് ചിപ്സ് കടകളൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ എക്സ്പ്രസ് ഹൈവേ ഒക്കെ വന്നപ്പോൾ അതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. മംഗലപ്പാലം ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്നത് നെന്മാറയിലേക്കാണ്. അങ്ങനെ കൊല്ലങ്കോട്, പഴനി, മധുര ഒക്കെ പോകുന്ന റൂട്ടാണിത്. നെന്മാറയോട് അടുക്കുകയാണ് നമ്മൾ. അതിന് മുമ്പായിട്ടൊരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഏരിയയൊക്കെ ഉണ്ട്. ഈ ഫോറസ്റ്റ് ചെന്ന് ഇറങ്ങുന്ന സ്ഥലത്താണ് നമ്മുടെ നെന്മാറയിലെ NSS കോളേജ് സ്ഥിതി ചെയ്യുന്ന. റോഡ് സൈഡിലാണ്. നമ്മളിപ്പോൾ നെന്മാറയുടെ അടുത്തെത്തുന്നതിന് മുമ്പായിട്ട് വളരെ തിക്കായിട്ടൊരു ഫോറസ്റ്റ് ഏരിയ, അവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട് ഈ ഫോറസ്റ്റിനകത്തായിട്ട്. നമ്മളിപ്പോൾ യാത്ര ചെയ്ത് NSS കോളേജിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. ഇതാണ് NSS കോളേജിൻ്റെ ഫ്രണ്ട് നെന്മാറ. അവിടെ നമ്മൾ ഫ്രണ്ടിലേക്ക് പോയി നമ്മൾ നെന്മാറ ടൗണിലെത്തി. പോകുന്ന വഴിയിലൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. പുതിയൊരു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ടൗണിലേക്ക് എത്താൻ പോവുകയാണ്. Slight left onto Avinashi. യാത്ര ചെയ്ത് കൊല്ലങ്കോട് എത്തിയിരിക്കുകയാണ്. കൊല്ലങ്കോട് ടൗണിൽ കൂടെ നമ്മളിങ്ങനെ പോവുകയാണ്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ കടകളൊക്കെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലങ്കോട് ടൗണിൻ്റെ കാഴ്ചയാണിത്. നമ്മളുടെ കൊല്ലങ്കോട് ഈ ഭാഗത്തായിട്ട് കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. പിന്നെ കൊല്ലങ്കോട് കഴിയുമ്പോൾ ഒരു തമിഴ് മലയാളം മിക്സർ സംസ്കാരമാണ് ഇവിടെ കാണുന്നത്. നമ്മളങ്ങനെ ഒരു ഹോട്ടലിൽ കണ്ടുപിടിച്ചു. ഗണേഷ് ഭവൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറിയിരിക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. മുതലമടയിൽ നിന്ന് നമ്മൾ റൈറ്റ് കയറി കേരള തമിഴ്നാട് ബോർഡറിലേക്ക് പോകുന്ന ഈ പാലത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഈ പാലത്തിനപ്പുറം തമിഴ്നാടാണ്. നമ്മളങ്ങനെ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി തിരിച്ച് നമ്മൾ കേരളത്തിലേക്ക് തന്നെ വരണം പറമ്പിക്കുളത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മുതലമടയിൽ നിന്ന് പറമ്പിക്കുളത്തേക്കുള്ളൊരു വഴിയുണ്ട്. ആ വഴി കയറി ഇങ്ങനെ വന്ന് തമിഴ്നാടിൻ്റെ അകത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് തമിഴ്നാട്ടിൻ്റെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ചെറിയൊരു റോഡാണ്. റോഡ് ഇവിടെ വന്ന് വേറൊരു ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നേരെ അവിടെ നിന്ന് റൈറ്റിലേക്ക് പോകണം. ആ റോഡ് നേരെ പോകുന്ന പെട്രോൾ പമ്പ് കണ്ടോ, തമിഴ്നാടിൻ്റെ പെട്രോൾ പമ്പാണ്. അവിടെ നേരെ പോകുന്നത് വാൽപ്പാറ അതിരപ്പള്ളി വാഴച്ചാൽ വഴി ചാലക്കുടിക്ക് പോകുന്ന റോഡാണിത്. പൊള്ളാച്ചിയിൽ നിന്നുള്ള ആ റോഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളങ്ങനെ. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിരപ്പള്ളി വാഴച്ചാൽ വാൽപ്പാറ എല്ലാം എത്തിച്ചേരാവുന്നതാണ്.
റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് പോകുമ്പോൾ കാണുന്ന ബോർഡാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ബോർഡ്. തമിഴ്നാടിൻ്റെ സഫാരി ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെയും സഫാരി ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആദ്യം നമ്മൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം. നമ്മൾ 2 പേരുണ്ടായിരുന്നു. പിന്നെ വണ്ടിയും കൂടെ ചേർത്ത് 110 രൂപയുടെ ടിക്കറ്റാണ് എടുത്തത്. ഓൺലൈനായിട്ട് നമ്മൾ പേയ്മെൻറ്റ് അവിടെ കൊടുക്കണം, വണ്ടി നമ്പറെല്ലാം എഴുതി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. അവിടെ നമ്മളിങ്ങനെ കയറി വന്ന സമയത്ത് അവിടെ തമിഴ്നാടിൻ്റെ ഒരു ചെക്ക് പോയിൻ്റൊക്കെ വീണ്ടും ഉണ്ട്, അതൊക്കെ കണ്ടു. നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഈ കാണുന്ന ഒരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ തമിഴ്നാട് ടൂറിസത്തിൻ്റെ പാക്കേജൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇതാണ് ആ സ്ഥലം. അവിടെ റൂംസൊക്കെ ഉണ്ട് നമ്മുടെ ടൂറിസത്തിൻ്റെ. അണ്ണാമലൈ ടൈഗർ റിസർവ് എന്നാണ് പറയുന്നത്. അവിടെ നിന്ന് ട്രക്കിങ്ങും അതുപോലെ തന്നെ ഹിൽ ടോപ്പിലോട്ടുള്ള ക്യാൻഡർ സഫാരി അങ്ങനെയൊക്കെ ഉണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ഞാനത് കണ്ടപ്പോൾ ഉള്ളൊരു വിഷമം തോന്നിയത്, ഈ സൈറ്റ് പൂർണ്ണമായിട്ടും തമിഴിലാണ് പിന്നെ നമ്മുടെ ബുക്കിംഗ് എല്ലാം ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് തമിഴ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അത് വായിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നി. അവിടെ ചോദിച്ചപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല ഇതാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് ബുക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം തമിഴ് അറിഞ്ഞുകൂടെങ്കിൽ അത് ആ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ടിലേക്ക് നമ്മൾ യാത്ര ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തമിഴ്നാടിൻ്റെ ഏരിയയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്താണ്ട് കേരളത്തിൻ്റെ എൻട്രി പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു കേരള. ഇവിടെ നിന്ന് സാധാരണ നമ്മൾ ഡേ പാക്കേജിലാണ് വന്നത്. 1 ഡേ രാവിലെ 10 മണി മുതൽ 5 മണി വരെയുള്ള പാക്കേജാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പാസ് ഇവിടെ കാണിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മളിവിടെ നിന്ന് എൻട്രി ടിക്കറ്റ് എടുക്കണം. അത് ആ ഏരിയയിൽ നല്ല മനോഹരമായിട്ട് തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഏരിയയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മളവിടെ എല്ലാം എൻട്രി ചെയ്തിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ്. പറമ്പിക്കുളത്തിൻ്റെ ട്രക്കിങ്ങും അതുപോലെ ഡേ ഔട്ടും അതുപോലെ സഫാരിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. കാരണം ഫുൾ ഡേ ടൂർ പാക്കേജ് ആണെങ്കിൽ അത് എഴുതിയാൽ മതി അതവിടെ രജിസ്റ്ററിൽ. അങ്ങനെ 3 മണിക്കൂറോളം വരുന്ന യാത്രയുടെ ഒടുവിൽ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്ന് നമ്മൾ രാവിലെ 6 മണിക്ക് തിരിച്ച് ഏകദേശം 6:15 ആയി തിരിച്ചപ്പോൾ ഒരു 9:30 എപ്പോഴും എത്തിച്ചേർന്നു എൻട്രി പോയിന്റിൽ. തൃശ്ശൂർ മുതൽ പറമ്പിക്കുളം വരെയുള്ള യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.